അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെ സുഹൃത്തുക്കളെ, റാഹത്തല്ലേ? നമ്മൾ പ്രധാനമായും റബീഇലേക്ക് ഒരുങ്ങിയിരിക്കുന്നവരാണ്. റബീഅ് വരുമ്പോൾ നാം റബീഇലേക്ക് എന്തൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടവരാണ്. മഹാനരായ ഇർബൽ ചക്രവർത്തി മലിക്കുൽ മുഗഫർ മഹാനവറുകൾ മുഹറം മാസം തുറക്കുമ്പോൾ തന്നെ റബീഇന്റെ ഒരുക്കങ്ങളൊക്കെ അവിടുന്ന് തയ്യാറ് ചെയ്യുമായിരുന്നു. ക്ഷണിക്കാനുള്ളവരൊക്കെ ക്ഷണിക്കുകയും അതിലേക്കുള്ള വസ്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ തുടങ്ങിയ മൗലിദിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ മഹാനവറുകൾ മുഹറം മാസത്തിൽ തന്നെ ഒരുക്കി വെക്കുമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബീഅ് വരുമ്പോൾ ആ റബീഅന് വേണ്ടി നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്. നാം ധാരാളമായി ഹബീബിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലി ആ റബീഅനെ സന്തോഷത്തോടു കൂടി വരവേൽക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നബിദിനാഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വളരെ ചർച്ചാപരമായ ഒരു വിഷയമാണ്. ഖുർആനിൽ സൂറത്ത് യൂനുസിൽ 58-ാമത്തെ സൂക്തത്തിൽ പറയും, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂൻ. നിങ്ങൾ ഹബീബ് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷിച്ചു കൊള്ളുക. മഹാനരായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങള് അവിടുത്തെ റഹ്മത്തിന് തഫ്സീർ കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ്. അപ്പോൾ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് ഖുർആൻ അധ്യാപനം വന്നു. ആ റഹ്മത്ത് സൂറത്തുൽ അംബിയായിലൂടെ വിശദീകരിക്കുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നബിദിനം ആഘോഷിക്കപ്പെടേണ്ടതാണ്. അത് പല ബിദഅത്തുകാരും ആഘോഷിക്കാൻ പാടില്ല, അത് ബിദഅത്താണെന്നൊക്കെ പല പുത്തനാശയക്കാരും പറയുന്നുണ്ട്. എന്നാൽ അവരുടെ നേതാവ് തന്നെയാവുന്ന ഇബ്നു തൈമിയ മൗലിദ് കഴിക്കുന്നതിനും മൗലിദ് കൊണ്ടാടുന്നവർക്കും പ്രത്യേകമായ വണ്ടമായ പ്രതിഫലമുണ്ടെന്ന് അവരുടെ ഇബ്നു തൈമിയയുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റബീഅ് വളരെ റാഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501-ാമത് ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. അല്ലാഹു ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മാസത്തെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ആ മദീന നമുക്ക് ഒരു നാൾ മരണത്തിന് മുമ്പ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ചിരുന്ന കാലത്ത് ഭക്ഷണം നൽകിയവർ, മറ്റു സഹായ സഹകരണങ്ങൾ ചെയ്തവർ, അതുപോലെ തന്നെ നമുക്ക് കൂട്ടുനിന്നവർ, വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് സഹായ സഹകരണങ്ങൾ അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.